ഹായ് എവ്രി വൺ, വെൽക്കം ടു ഏജ് യു വൈബ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചിത്ര ബാനർജി ദിവാകരുണി എഴുതിയിട്ടുള്ള ദി പാലസ് ഓഫ് ഇല്യൂഷൻസ് എന്ന നോവലാണ്. ചിത്ര ബാനർജി ദിവാകരുണി ഈസ് ആൻ ഇന്ത്യൻ അമേരിക്കൻ ഓതർ ആൻഡ് ദിസ് നോവൽ വാസ് പബ്ലിഷ്ഡ് ഇൻ 2008. ഇത് മഹാഭാരതത്തിൻ്റെ ഒരു റീടെയിലിംഗ് ആണ്. എന്ന് വെച്ചാൽ മഹാഭാരതത്തിലെ സ്റ്റോറിയായിട്ട് ഇതിന് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. എന്നാൽ ഈ സ്റ്റോറി പറയുന്നത് പാഞ്ചാലിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്. മഹാഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൽ ഡോമിനൻ്റ് വ്യൂ ആണ് നമ്മൾ റീഡേഴ്സിന് തരുന്നത്. മഹാഭാരത യുദ്ധത്തിന് തന്നെ പാഞ്ചാലിയാണ് കാരണം എന്നാണ് ഒറിജിനൽ വേർഷൻ ഓഫ് മഹാഭാരതത്തിൽ പറയുന്നത്. ഒരിക്കലും പാഞ്ചാലിയുടെ ഇമോഷൻസ് എന്താ, പാഞ്ചാലിയുടെ വ്യൂ പോയിൻറ്റ്സ് എന്താ, ഇതൊന്നും അവിടെ പറയുന്നില്ല. എന്നാൽ ചിത്ര ബാനർജി ഇവിടെ പാഞ്ചാലിയുടെ ഇമോഷൻസിനാണ് വാല്യൂ കൊടുക്കുന്നത്. നോവല് സ്റ്റാർട്ട് ചെയ്യുന്നത് പാഞ്ചാലിയുടെ ബർത്ത് മുതലാണ്. യാഗാഗ്നിയിൽ നിന്നാണ് പാഞ്ചാലി ജന്മം എടുക്കുന്നത്. പാഞ്ചാലിക്ക് വേണ്ടിയിട്ടല്ല ആ യാഗം നടന്നത്, ഒരു പുത്രനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പുത്രന് ദ്രുപദന് ലഭിക്കുന്നുമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ജനിക്കുന്നതാണ് പാഞ്ചാലി. പാഞ്ചാലിനെ ദ്രൗപദി എന്നാണ് ദ്രുപദൻ നെയിം ചെയ്യുന്നത്. ദ്രൗപദി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് ദ്രുപദൻ്റെ മകൾ എന്നാണ് അർത്ഥം വരുന്നത്. അവിടെയും ദ്രുപദൻ്റെ മകൾ, ഇന്നയാളുടെ മകൾ എന്ന ലേബലാണ് ദ്രൗപദിക്ക് കിട്ടുന്നത്. സ്വന്തമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി അല്ല അവിടെ ലഭിക്കുന്നത്. പാഞ്ചാലിയെക്കുറിച്ച് വ്യാസമുനി 2 പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. ഒന്നാമത്തേത് പാഞ്ചാലി 5 പേരെ വിവാഹം കഴിക്കൂ എന്നുള്ളതാണ്. രണ്ടാമത്തേത് പാഞ്ചാലി തന്നെ തൻ്റെ രാജ്യത്തിൻ്റെ നാശത്തിന് കാരണമാവുമെന്നുമാണ്. അങ്ങനെ പാഞ്ചാലിക്ക് വിവാഹപ്രായമാവും. രാജാക്കന്മാരൊക്കെ സ്വയംവരം അറേഞ്ച് ചെയ്യാണല്ലോ ചെയ്യുക. ഇന്ന കാര്യം ഒരു മത്സരം പോലെ വെക്കും. അത് ചെയ്ത് വിജയിക്കുന്ന ആൾക്ക് മകളെ വിവാഹം ചെയ്ത് നൽകും. അങ്ങനെയൊക്കെയാണല്ലോ ഓരോ രാജാക്കന്മാരും സ്വയംവരത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം വയ്ക്കുക. അങ്ങനെ ഒരു അമ്പെയ്ത്ത് മത്സരം വയ്ക്കും. അപ്പോൾ അവിടെയും രാജകുമാരിക്ക് താൻ ആരെ കല്യാണം കഴിക്കണമെന്ന് സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല. അച്ഛൻ ഇങ്ങനെ ഒരു മത്സരം വയ്ക്കും. ആ മത്സരത്തിൽ ആരാണോ ജയിക്കുന്നത് അയാൾ ഇഷ്ടമായാലും ഇഷ്ടമല്ലെങ്കിലും കല്യാണം കഴിക്കണമായിരുന്നു. സ്ത്രീകൾക്ക് തൻ്റെ പാർട്ട്ണറിനെ ചൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഇങ്ങനെ ഒരു മത്സരം വെച്ചു, അതിൽ ജയിക്കുന്ന ആളേനെ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും കല്യാണം കഴിക്കുക, അവരുടെ കൂടെ ജീവിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ആ കല്യാണം കഴിച്ച ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ ജീവിക്കുക. അങ്ങനെ കർണൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ജയിക്കുന്നുമുണ്ട്. എന്നാൽ കർണനെ കളിയാക്കി വിടുകയാണ് ദ്രൗപദി ചെയ്യുന്നത്. ആളുടെ പാരൻസിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട്. കർണന് പാരൻസ് ഇല്ലല്ലോ, അപ്പോൾ കർണന് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെയാണ് അർജുനൻ മത്സരത്തിൽ പങ്കെടുത്ത് ജയിക്കുന്നത്. അങ്ങനെ പാഞ്ചാലിനെ അർജുനന് വിവാഹം ചെയ്ത് കൊടുക്കും. അങ്ങനെ അർജുനൻ പാഞ്ചാലിനെ കൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ കുന്തി ദേവി പറയുകയാണ്, എന്ത് സാധനം നിങ്ങൾക്ക് ലഭിച്ചാലും നിങ്ങൾ 5 പേരും, പാണ്ഡവന്മാർ 5 പേരുണ്ടല്ലോ, അത് തുല്യമായി വീതിച്ചെടുക്കണം. അങ്ങനെ ആ 5 പേരും പാഞ്ചാലിനെ ഒരുപോലെ വിവാഹം കഴിക്കുകയാണ്. അവിടെയും പാഞ്ചാലിക്ക് തൻ്റെ ഇഷ്ടം ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. തൻ്റെ ഭർത്താവ് എന്താണോ പറഞ്ഞത് അതനുസരിക്കാനേ പറ്റുള്ളൂ. അവളൊരു കമ്മ്യൂണൽ ഡ്രിങ്കിങ് കപ്പ് ആവുകയാണ്, ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളിലേക്ക് അങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വിവാഹത്തിന് ശേഷം പാണ്ഡവർക്കും കൗരവർക്കും രാജ്യം വീതിച്ചു കൊടുക്കുകയാണ് ഭീഷ്മർ. അങ്ങനെ പാണ്ഡവർ അവർക്ക് കിട്ടിയ സ്ഥലത്ത് ഇന്ദ്രപ്രസ്ഥം എന്ന വലിയൊരു പാലസ് നിർമ്മിക്കുകയാണ്. ആ പാലസ് ശരിക്കും ഒരു പാലസ് ഓഫ് ഇല്യൂഷൻ തന്നെയാണ്. മാജിക്കലായിട്ടുള്ള ഒരു പാലസ് ആയിരുന്നു അത്. ഒരിക്കൽ ആ പാലസ് കാണാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ വരികയാണ്. അങ്ങനെ വരുമ്പോൾ പാലസിൻ്റെ ഉള്ളിലുള്ളൊരു പോണ്ടിൽ ദുര്യോധനൻ വീഴും. അങ്ങനെ വീഴുമ്പോൾ പാഞ്ചാലിയും അവിടെയുള്ളവ
പാഞ്ചാലിയുടെ പരിചാരകരൊക്കെ ദുര്യോധനനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. പാഞ്ചാലി ദുര്യോധനനെ പറയുന്നത് ബ്ലൈൻഡ് സൺ ഓഫ് എ ബ്ലൈൻഡ് ഫാദർ എന്ന് പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത്. നമുക്കറിയാലോ, ദുര്യോധനൻ്റെ അച്ഛന് കണ്ണ് കാണില്ല, ബ്ലൈൻഡ് ആണല്ലോ. അപ്പോൾ അച്ഛനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പാഞ്ചാലി ദുര്യോധനനെ കളിയാക്കിയത്. അത് ദുര്യോധനൻ്റെ മൈൻഡിൽ ഒരു പക ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് കൃഷ്ണനെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിട്ട് കാണാം. പാഞ്ചാലിയുടെ ചൈൽഡ്ഹുഡ് മുതൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടും അതുപോലെ തന്നെ ഉപദേശങ്ങൾ നൽകിയിട്ടും പാഞ്ചാലിയുടെ കൂടെ നിൽക്കുന്നത് കൃഷ്ണനാണ്. അങ്ങനെ ചൂത് മത്സരം വെക്കുകയാണ്. അങ്ങനെ വെച്ചിട്ട് അതിൽ കളിച്ച് ഈ പാണ്ഡവന്മാർക്ക് തൻ്റെ രാജ്യവും സ്വത്തും പാഞ്ചാലീനെ വരെ പണയം വെച്ചിട്ടാണ് ഇവർ ഗെയിം കളിക്കുന്നത്. അവിടെയും പാഞ്ചാലീനെ ഒരു മിയർ ഒബ്ജക്റ്റായിട്ടാണ് കണക്കാക്കുന്നത്, പണയം വെക്കുന്നതിനുള്ളൊരു വസ്തുവായിട്ട്. അങ്ങനെ വെച്ച് അവർക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. പാഞ്ചാലി ഭയങ്കരമായിട്ട് ഹ്യൂമിലിയേഷൻസ് സഹിക്കേണ്ടി വരികയാണ്. വസ്ത്രാക്ഷേപം വരെ അതെത്തി നിൽക്കുകയാണ്. കൃഷ്ണനാണ് അവിടെയും പാഞ്ചാലിയെ സഹായിക്കുന്നത്. അങ്ങനെ പിന്നെ ഇവർ വനവാസത്തിന് പോവുകയാണ്. പിന്നീട് ഇവർ അഭയാർത്ഥികളായിട്ട് അടുത്ത രാജ്യത്ത് പോയിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. പാഞ്ചാലി അവിടെ ഒരു കൊട്ടാരത്തിൽ വേലക്കാരിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രിൻസായിട്ടുള്ള കീചകൻ പാഞ്ചാലിനെ അബ്യൂസ് ചെയ്യാനും ഫ്ലേർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഭീമൻ കീചകനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഈ ഇൻസിഡൻസ് എല്ലാം മഹാഭാരത യുദ്ധത്തിന് കാരണമാവുകയാണ്. ഈ മഹാഭാരത യുദ്ധത്തിൽ പാഞ്ചാലിക്ക് തൻ്റെ വേണ്ടപ്പെട്ട പലരെയും നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നോവലിൽ ത്രൂ ഔട്ട് പറയുന്നുണ്ട് പാഞ്ചാലിയുടെ മനസ്സിൽ കർണനോട് ഒരു ലവ് ഉണ്ടായിരുന്നു എന്ന്. ഈ നോവലിൽ പാഞ്ചാലിനെ ഒരു റിബലായിട്ടാണ് പോർട്രേ ചെയ്യുന്നത്. അങ്ങനെ നോവലിൻ്റെ അവസാനം ഈ പാഞ്ചാലിയുടെയൊക്കെ മരണത്തിലൂടെ പാഞ്ചാലി കർണനെയായിട്ട് റീയുണൈറ്റ് ചെയ്യും എന്നുള്ളൊരു ഹോപ്പിലാണ് ഇത് നിൽക്കുന്നത്. മഹാഭാരത യുദ്ധത്തിന് തന്നെ പാഞ്ചാലിയാണ് കാരണക്കാരി എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് പാഞ്ചാലി അല്ല ഒരിക്കലും മഹാഭാരത യുദ്ധത്തിന് കാരണം. മഹാഭാരത യുദ്ധത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. പാഞ്ചാലി അതിൽ ഒരെണ്ണം മാത്രമാണ്. എന്നാൽ എല്ലാത്തിനും കാരണം സ്ത്രീയാണ് എന്നുള്ളൊരു മെയിൽ ഡോമിനൻ്റ് വ്യൂ ആണ് ഒറിജിനൽ മഹാഭാരതം നമുക്ക് തരുന്നത്. എന്നാൽ ചിത്ര ബാനർജി അതിനെതിരായിട്ട് പാഞ്ചാലിയുടെ വ്യൂ പോയിന്റിലാണ് ഈ നോവല് റീഡേഴ്സിന് മുമ്പിൽ എത്തിക്കുന്നത്. മിത്ത്, ഹിസ്റ്ററി, ഫെമിനിസം, സപ്രഷൻ ഓഫ് വിമൻ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വിമൻ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് തീംസ്. ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം.